ആലപ്പുഴ മുഹമ്മയിലെ ജ്വല്ലറി ഉടമയുടെ മരണത്തിൽ പോലീസിനെതിരെ ആരോപണവുമായി മകൻ രംഗത്ത്. വിഷദ്രാവകം കഴിച്ച് രാധാകൃഷ്ണൻ മരിച്ച സംഭവത്തിൽ കടുത്തുരുത്തി പോലീസിനെതിരായാണ് പരാതി വന്നിരിക്കുന്നത്. പോലീസ് പീഡനമാണ് ജ്വല്ലറി ഉടമ രാധാകൃഷ്ണന്റെ മരണ കാരണമെന്ന് മകൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കടുത്തുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത സെൽവരാജൻ എന്ന മോഷ്ടാവിന്റെ സ്വർണം വിറ്റത് രാധാകൃഷ്ണന്റെ ജ്വല്ലറിയിലായിരുന്നു. മോഷണം മുതൽ കണ്ടെത്താനായി പോലീസ് എത്തിയപ്പോൾ കടയിൽ സ്വർണ്ണാഭരണങ്ങളുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന വിഷദ്രാവകം രാധാകൃഷ്ണൻ കഴിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. എന്നാൽ അച്ഛൻ ആത്മഹത്യ ചെയ്യില്ലെന്നും പോലീസിന്റെ മർദ്ദനമാണ് മരണകാരണമെന്നും മകൻ ആരോപിക്കുന്നു. എൻ്റെ അച്ഛൻ ഒരിക്കലും ആത്മഹത്യ ചെയ്തില്ല. കാരണം മാധ്യമങ്ങളിൽ എല്ലായിടത്തും വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഇത് ആത്മഹത്യ ചെയ്ത് സയനൈഡ് കഴിച്ചും മരിച്ചതായിരുന്നു. പക്ഷേ ഒരിക്കലും എൻ്റെ അച്ഛൻ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും വരാതെ അവർ തന്നെ മാധ്യമങ്ങൾക്ക് വിളിച്ച് ചെയ്യുമായിരുന്നു. 7-ാം തീയതിയാണ് രാധാകൃഷ്ണൻ മരിച്ചത്. 6-ാം തീയതി മുതൽ അച്ഛൻ പോലീസ് കസ്റ്റഡിയിലായിരുന്നുവെന്നും രാധാകൃഷ്ണനെ തെളിവെടുപ്പിനായി കടയിലെത്തിച്ചപ്പോൾ മുഖത്ത് അടിയേറ്റ പാടുകൾ ഉണ്ടായിരുന്നതായും മകൻ പറയുന്നു. മുഖത്ത് ഇങ്ങനെ 2-3 പാടുകൾ, ഇങ്ങനെ തല്ലിയ പാടുകൾ, പിന്നെ കൈ ഇങ്ങനെ പിടിച്ച് വളച്ചിട്ടുണ്ട്. അവിടെ വെച്ച് തന്നെ അടിച്ചത് ഞാൻ കാണുന്ന മുഖത്തിട്ടൊക്കെ പിന്നെയും തല്ലി വേറെ 2 പോലീസുകാർ ഇങ്ങനെ കാലായിട്ട് ഇങ്ങനെ ചവിട്ടി മറിഞ്ഞ് പുറകോട്ട് വന്ന് വീഴുകയായിരുന്നു അച്ഛൻ. ആ വീഴ്ചയിൽ തലയടിച്ചാണ് വീഴുന്നത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ അവരൊരു കുപ്പിയിൽ അവിടെ ഇരുന്നൊരു കുപ്പിയിൽ വെള്ളം എന്താണ് തുറന്ന് മുഖത്തേക്ക് ഒഴിക്കണമെന്ന് ഞാൻ കാണും. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കാലും കൈയൊക്കെ ഇങ്ങനെ ഞരമ്പും എല്ലാം വലിഞ്ഞിങ്ങനെ മുറുക. അതേസമയം മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നാണ് കടുത്തുരുത്തി പോലീസ് വിശദീകരിക്കുന്നത്. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് കുടുംബം മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. മകൻ രതീഷ് നൽകിയ പരാതിയിൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, ആലപ്പുഴ.